പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് ക്രിസ്തീശൻ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി മത്തായി ചാപ്റ്റർ 3 മുതൽ 17 വരെ. മാത്യു ചാപ്റ്റർ 3 വേഴ്സസ് 13-17. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നാം കാണുന്നത് യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാൻ കരയിൽ യോഹന്നാൻ്റെ അടുക്കൽ വരുന്നതാണ്. ഗലീലിൽ നിന്ന് യോർദാൻ കര വന്നു. യോഹന്നാനോ കർത്താവിനെ വിലക്കുകയാണ്, നീ എന്നെ സ്നാനം കഴിപ്പിക്കുന്ന ആവശ്യം എൻ്റെ അടുക്കൽ വരുന്നു എന്ന് ചോദിച്ചു. യേശുവിനോട്, ഇപ്പോൾ സമ്മതിക്കാം, സകല നീതി നിവർത്തിക്കാൻ നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. കർത്താവ് എന്ത് നമ്മോട് പറയുന്നുവോ അത് നാം അനുസരിക്കുക. ചിലപ്പോൾ നമുക്ക് മറുചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് ചോദിക്കാൻ, എൻ്റെ ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതിന് വരാവുന്ന കാര്യങ്ങൾ, എഫക്ട്സ്, അങ്ങനെ കുറേ ഡൗട്ട്സും കാൽക്കുലേഷൻസും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത് നാം സമ്മതിക്കുക. സ്നാനം എന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുന്നതാണ്. ആ ഒരു ലൈസൻസ് നമ്മൾ സ്നാനമേൽക്കുക. സ്നാനമേറ്റ് വിശുദ്ധിയിൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ, വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരുന്നു. ദൈവം ഇവിടെ നമുക്കൊരു മാതൃകയും കാണിച്ചു തന്നിരിക്കുന്നു. സ്നാനം ഏൽക്കുക, വെള്ളത്തിൽ മുങ്ങി സ്നാനം കഴിക്കുക. അതിനായി നമ്മൾ ഒരുങ്ങണം. എന്നെ കേട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അനേകരെ സ്നാനപ്പെടുത്തുവാനായിട്ട് അനേക ദൈവമക്കളെ ദൈവം ഒരുക്കട്ടെ. ദൈവാത്മാവ് അവരുടെ മേൽ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യട്ടെ. കർത്താവ് കാണിച്ചെന്ന മാതൃക നമുക്ക് പിൻപറ്റാം. കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് അനുസരിക്കാം. വിശുദ്ധിയോടെ മനസ്സൊന്നും വാക്കൊണ്ടും പ്രവൃത്തികൊണ്ടും നടപ്പുകൊണ്ടും കൊടുക്കൽ വാങ്ങലുകളും ചിന്തകളും എല്ലാം വിശുദ്ധിയിലായിരിക്കട്ടെ. ആകാശത്ത് പോയാലും ഭൂമിയുടെ താഴെ പോയാലും സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും എല്ലാവരും ദൈവമുണ്ട്. ഒരു പാട്ടിൽ പ്രകാരം പറഞ്ഞു, ലഹരോं में जाए तो तू वहाँ है, आसमान में जाए तो तू वहाँ है, तेरी आत्मा से भाग कर मैं कहाँ जाऊँ यीशु, तेरी आत्मा से भाग कर मैं कहाँ जाऊँ, तूने मुझे आगे पीछे घेर रहा है, अपने हाथ मुझ पर घेर रहा है, तेरे आत्मा से भाग कर मैं कहाँ जाऊँ, तेरी आत्मा से भाग कर मैं कहाँ जाऊँ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, മരുഭൂമിയെ കർത്താവെ ഉയർന്ന നിലമാക്കുന്ന ദൈവമേ, മരുഭൂമി ഉദ്യാനമാക്കുന്ന ദൈവം, ലാഭത്തെ നൃത്തമാക്കുന്ന ദൈവം, മരിച്ചിലാസിനെ ഉറപ്പിച്ച ദൈവം, എല്ലാം മരിച്ച അവസ്ഥകൾ ഓർത്തെഴുന്നേൽക്കട്ടെ, എല്ലാ ഭാഗത്തും പ്രാപിക്കട്ടെ. ജോലികൾ റെഡിയാവട്ടെ, ദൈവപ്രഭു ദേശജോലികൾ ഒരുങ്ങട്ടെ, ദേശത്തൊക്കെ ഒരുങ്ങട്ടെ, എന്താ ബന്ധനം കെട്ടുക അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വിജയങ്ങൾ സംഭവിക്കട്ടെ. ഭവനമില്ലാത്ത ഭവനം ലഭിക്കട്ടെ. എല്ലാ ലോണുകളും കടബാധ്യതകളും മാറട്ടെ. കർത്താവെ, അതിനുവേണ്ടി വഴികളങ്ങ് ഒരുക്കാൻ പോകുന്നവർക്ക് ഐശ്വര്യ വിവാഹങ്ങൾ തക്കത്തോണങ്ങൾ ഒരുക്കുമാകണമേ. കർത്താവെ, കാനാവിലെ കല്യാണം നടത്തി ദൈവമേ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുവിക്കണമേ. അങ്ങേക്കൊണ്ട് ജീവിക്കട്ടെ. യേശുനാമത്തിൽ തന്നെ. കർത്താവ് മാറത്ത് മുൻകൊച്ചിട്ട് ദൈവമേ, വിശുദ്ധമായ ദൈവമേ, ഉള്ളവരുടെ സദൃശമകാലമുള്ള ദൈവമേ, കർത്താവെ, ആഴികൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, കർത്താവെ, സ്വന്തങ്ങളുടെ നേതൃത്വങ്ങളെ സകലം നോക്കുകയാണ്. മേഘലത്തിൻ്റെ ഉപ്പുകളെയും ശോധന ചെയ്യുന്ന കർത്താവെ, സകലം അങ്ങയുടെ മുന്നിൽ നഗ്നം മലർന്നായി കിടക്കുന്നവരെ കർത്താവ് അങ്ങയുടെ ശ്രദ്ധയൊന്നുമില്ല. കർത്താവ് അടച്ച വാതിൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമം ചില പോരാട്ടം വിടുവിക്കണമേ. യേശുവിൻ്റെ നാമം സകല ജീവിതം പൂർണ്ണമായി ശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണം, ബലപ്പെടുത്തണമേ. പൂർണ്ണ ജയം പ്രാപിച്ച് ആത്മാവിൽ സ്വതന്ത്രമാകട്ടെ. പൂർണ്ണ കെട്ടുകളും ബന്ധങ്ങൾ അഴിയട്ടെ.
ഹല്ലേലൂയ. ഞാൻ നിനക്ക് ഭയച്ചെന്ന് ദുർഗുണ ശാസ്ത്ര താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടമുളെ മുറിച്ച് ഒരെണ്ണത്തിനും ബാധയും കൂണിൻ്റെ കൂടാരനടുക്കിയില്ല. കർത്താവേ സ്തോത്രം. എല്ലാ വഴികളിലും കാക്കണമെന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എൻ്റെ കാല് കലട്ടിട്ട് പോരുന്ന കൈകൾ വഹിച്ചോളൂ. എൻ്റെ സഹായം ആഴ്ച ഭൂമിയുണ്ടാക്കി യഹോവയിൽ നിന്ന് ഞാൻ പ്രവർത്തിക്കുക. ആർദ്രൻ്റെ യുദ്ധം യഹോവയ്ക്കുള്ളത്. ദ ബാറ്റിൽ ബിലോങ്സ് ടു ദ ബാറ്റിൽ രാത്രി ഇറങ്ങണമെന്ന് ഓൾക്കാലം ഇറങ്ങണമേ. കർത്താവേ അവർക്ക് പുതിയ അനുഗ്രഹ ദിവസം മാറ്റിമാറാണ്ട് സംസാരം ദൈവഹിത പ്രകാരം ഉപ്പിനെ രുചി വരുത്തതാകട്ടെ. കർത്താവ് ചിന്തകളെ പ്രകാരമാവട്ടെ. നടപ്പുകളങ്ങാട്ടെ. എല്ലാം ദൈവഹിതപ്രകാരം മാത്രം ജീവിതത്തിൽ സംഭവിക്കണം. ബാക്കിയെല്ലാം അകന്നു മാറ്റിമാറാണ്. നിങ്ങൾക്ക് ആവശ്യമായ ഈശ്വരത്തിനും മൂത്തയിട്ട് പലതരത്തിൽ കഴിയും. ശുദ്ധീകരിക്കട്ടെ. രോഗങ്ങളുമാകട്ടെ, വേദനകളുമാകട്ടെ, ഭാരങ്ങളുമാകട്ടെ, പ്രയാസങ്ങളുമാകട്ടെ, അങ്ങനെ മഹാസമാധാനം മഹാസന്തോഷം പകരട്ടെ. കർത്താവ് വിഷമിക്കുന്ന എല്ലാ വസ്തുക്കളും പൂർണ്ണ ചെയ്യാൻ പറയട്ടെ. യേശുവിനാമത്തിൽ തന്നെ ആമേൻ.